വണ്ടിപ്പെരിയാറിൽ പീഡനത്തിനിരയായി കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ പിതാവിന് കുത്തേറ്റു. കേസിൽ കുറ്റവിമുക്തനാക്കപ്പെട്ട അർജുന്റെ പിതാവാണ് കുത്തിയത്. വണ്ടിപ്പെരിയാർ ടൗണിൽ വെച്ച് പെൺകുട്ടിയുടെ പിതാവും അർജുന്റെ ബന്ധുവും തമ്മിൽ വാക്കേറ്റം ഉണ്ടായിരുന്നു. സുബിൻ തോമസ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. സുബിൻ, എപ്പോഴാണ് ഈ ഒരു സംഭവം ഉണ്ടായത്? അല്പസമയങ്ങൾക്ക് മുമ്പാണ് ഇത്തരത്തിൽ വണ്ടിപ്പെരിയാർ ടൗണിൽ വെച്ച് ഈ വണ്ടിപ്പെരിയാറിൽ പീഡനത്തിനിരയായി കൊല്ലപ്പെട്ട 6 വയസ്സുകാരിയുടെ പിതാവിനെ കുത്തിയേൽക്കുന്നത്. ഈ സംഭവത്തിന് ശേഷം ഈ അർജുനെ വെറുതെ വിട്ടതിന് ശേഷം ഇരു കുടുംബവും തമ്മിൽ വലിയ രീതിയിലുള്ള വൈരാഗ്യ ശത്രുതയുമാണ് ഉണ്ടാകുന്നത്. ഇതിന് ഈ സാഹചര്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഈ പെൺകുട്ടിയുടെ അർജുന്റെ ബന്ധുക്കളെല്ലാം തന്നെ മാറി താമസിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എങ്കിൽ പോലും വണ്ടിപ്പെരിയാർ ടൗണിൽ ഈ തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ പലപ്പോഴും അത് വാക്കുതർക്കങ്ങളിലേക്കൊക്കെ പോയിരുന്നു. ഇത്തരത്തിൽ ഇന്ന് ഈ പെൺകുട്ടിയുടെ ഒരു ബന്ധുവും അതുപോലെ തന്നെ ഈ പെൺകുട്ടിയുടെ പിതാവും അതുപോലെ തന്നെ ഈ അർജുന്റെ ബന്ധുവും തമ്മിൽ നേരിട്ട് കണ്ടപ്പോഴാണ് ഇത്തരത്തിൽ രൂക്ഷമായ തർക്കമുണ്ടാവുകയും അതൊരു കുത്തിലേക്ക് പോവുകയും ചെയ്തത്. ഈ പ്രധാനമായും ഈ പെൺകുട്ടിയുടെ പിതാവിനെയും അതുപോലെ തന്നെ 2 ബന്ധുക്കളെയും പ്രതി ചേർത്തുകൊണ്ട് ഈ അർജുനെ വധിക്കാൻ ഇവർ ഗൂഢാലോചനയായിരുന്നു, പദ്ധതിയായിരുന്നു. അത് അർജുന് ഭീഷണിയുണ്ട് എന്ന് കാട്ടിക്കൊണ്ട് ഈ അർജുന്റെ മാതാപിതാക്കൾ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ഇത് പ്രകാരം ഇവർക്ക് ഈ പെൺകുട്ടിയുടെ പിതാവിനും അതുപോലെ തന്നെ 2 ബന്ധുക്കൾക്കും കോടതി സമൻസ് അയക്കുകയും ചെയ്തിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ആണ് ഇന്ന് തർക്കമുണ്ടായതെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ തർക്കം അതൊരു കയ്യാങ്കളിയിലേക്ക് പോവുകയും അതൊരു കുത്തിൽ കലാശിക്കുകയുമായിരുന്നു. നിലവിൽ ഈ പെൺകുട്ടിയുടെ പിതാവിന്റെ കാലുകൾക്കാണ് നിലവിൽ കുത്തേറ്റിട്ടുള്ളത്. സാരമായ പരിക്കേൽക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഇദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഈ അർജുന്റെ അച്ഛന്റെ സഹോദരനായിട്ടുള്ള പാൽരാജ് എന്ന് പറയുന്ന ആളാണ് കുത്തിയതെന്നാണ് മനസ്സിലാക്കുന്നത്. ഇയാളെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഉടൻ തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തും. ഇത് പ്രശ്നത്തിന് ശേഷം വലിയ രീതിയിലുള്ള സംഘർഷാവസ്ഥ ഈ വണ്ടിപ്പെരിയാർ മേഖലയിൽ ഉടലെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഒരു കത്തിക്കുത്തിലേക്ക് വരെ എത്തി നിൽക്കുന്ന സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ വരും മണിക്കൂറുകളിൽ വണ്ടിപ്പെരിയാർ കേന്ദ്രീകരിച്ച് പ്രതിഷേധങ്ങൾ തടുക്കാനുള്ള ഒരു സാധ്യത തന്നെയാണ്. സുബിന, ഈ അർജുന്റെ ബന്ധുക്കളിൽ നിന്ന് അടക്കം ഇത്തരത്തിൽ ഈ ആക്രമണ സാധ്യതയൊക്കെ തന്നെ നേരത്തെ മുൻകൂട്ടി കണ്ടിരുന്നു. അതിൽ തുടർന്ന് ഇങ്ങനെ ഈ സുരക്ഷ ഒക്കെ തന്നെ വേണമെന്നുള്ളൊരു ആവശ്യപ്പെടാനുള്ള നീക്കത്തിലേക്കൊക്കെ തന്നെ ഈ പെൺകുട്ടിയുടെ മാതാപിതാക്കൾ അടക്കം കടക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അതൊന്നും തന്നെ പോലീസ് മുഖവിലക്കെടുത്തില്ല. പകരം ഈ പ്രതിയായ അർജുൻ അടക്കം ഇപ്പോഴും സ്വൈരവിഹാരം തന്നെയാണ് നടത്തുന്നത്. അതിനുശേഷമാണ് ഈ അർജുൻ്റെ ബന്ധു ഈ അച്ഛന് നേരെ ഇത്തരത്തിലുള്ള ഒരു ആക്രമണം നടത്തിയതും. പോലീസിന്റെ ഭാഗത്ത് ഒരു വീഴ്ച ഇവിടെ ഉണ്ടായിട്ടുണ്ടെന്ന് പറയേണ്ടില്ലേ? തീർച്ചയായും അത്തരത്തിൽ നമ്മൾ ഇതിനെ വിലയിരുത്തേണ്ടിയിരിക്കുന്നുണ്ട്. കാരണം ഈ ഒരു സംഭവത്തിന് ശേഷം പലപ്പോഴും ഇവർ തമ്മിലുള്ള വാക്കുതർക്കങ്ങൾ ഉണ്ടാകുന്ന ഒരു സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ പോലീസ് ജാഗരൂകരായി ഇടപെടേണ്ട. ദയവായി സുബിൻ തുടരുക. ഇപ്പോൾ പെൺകുട്ടിയുടെ അച്ഛൻ തന്നെ നമ്മളോട് പ്രതികരിക്കാൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എപ്പോഴായിരുന്നു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്? എന്തായിരുന്നു ഇങ്ങനെ ഒരു കുത്തി പരിക്കേൽപ്പിക്കുന്ന രീതിയിലേക്ക് എത്തുവാനുള്ളൊരു കാരണം കൂടെ? ഇപ്പോൾ താങ്കളുടെ ഈ ആരോഗ്യനില എങ്ങനെയാണ്? ഞാൻ ചേട്ടന്റെ അനിയനാണ് സംസാരിക്കുന്നത്. ഇവരൊരു മരണച്ചടങ്ങിന് വേണ്ടി അച്ഛനും ചേട്ടനും ടൗണിലേക്ക് എത്തിയതാണ്. പശുമല ജംഗ്ഷൻ എന്ന് പറഞ്ഞ സ്ഥലത്തിലാണ് ഈ പ്രതിയുടെ ചിറ്റപ്പൻ ഇരുന്നത്. ഹലോ, കേൾക്കാം. അപ്പൊ പശുമല ജംഗ്ഷൻ വെച്ച് അവര് കണ്ടതാണ്. രണ്ടുപേരും അവന് ഇത് വഴക്ക് പറഞ്ഞെന്ന് തെറി പറഞ്ഞെന്ന് തോന്നി. ഇവർ വണ്ടി നിർത്തിയപ്പം പെട്ടെന്ന് അവന് അറയെ കിടന്ന് കത്തിയെടുത്ത് കാലിലും പുറവശവും ഇവര് വണ്ടി നിർത്തിയ ഉടനെ ഇവര് അവൻ കുത്തിയത്. ഇത് മനഃപൂർവ്വമായിരുന്നു ഇങ്ങനെ ഒരു ശ്രമം? മനഃപൂർവ്വമായിരുന്നു. അവന് ഏற்கனவே അഡ്വാൻസ് ആയിട്ട് കത്തിയുമായിട്ടാണ് പ്രതിയുടെ അച്ഛനും പ്രതിയുടെ ചിറ്റപ്പനും കുടുംബക്കാരും ഒക്കെ കത്തിയും അടിവാളുമായിട്ടാണ് നടക്കുന്നത്. യാതൊരു പ്രകോപനവും ഇല്ല. യാതൊരു പ്രകോപനവും ഇല്ലാതെയാണ് സംഭവം നടന്നാക്കുന്നത്. ഇത് മരണച്ചടങ്ങിന് പോയതാ ഇവര്. ടൗണിനകത്താണ് നടന്നാക്കുന്നത്. പശുമല ജംഗ്ഷൻ എന്ന് പറഞ്ഞ ടൗണിനകത്താണ് നടന്നാക്കുന്നത് സംഭവം. ആളുകളൊക്കെ കൂടി നിൽക്കുന്ന ആ ഒരു സമയത്ത് തന്നെയല്ലേ ഇത്തരത്തിലൊരു അതിക്രമം നടത്തിയത്? ആൾക്കാരൊക്കെ കൂടി നിൽക്കുന്ന സമയത്താണ് സംഭവം നടന്നത്. പോലീസിൽ പരാതി നൽകിയിട്ട് ഇപ്പോൾ ഈ പ്രതിയായ അർജുന്റെ ബന്ധുവിനെ അറസ്റ്റ് ചെയ്തു എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇല്ല, പ്രതി ഇതുവരെ പിടിച്ചിട്ടില്ലെന്നാണ് അറിഞ്ഞത്. പ്രതി ഇതുവരെ കിട്ടിയിട്ടില്ലെന്നാണ് അറിഞ്ഞത്. ഇത്രയും ആളുകൾ കണ്ടു നിൽക്കെ ഉണ്ടായ ഒരു സംഭവത്തിൽ പിന്നെ അതിനുശേഷം നേരെ ഓടിച്ചെന്നത് CPM-ന്റെ ഓഫീസിലാ കയറി ചെന്നാ പറയുന്നത്. അവിടെ പോയിട്ട് അപേക്ഷ ഈ കേസിനെ കുറിച്ച് അവിടെ അഭയം തേടിയെന്ന അറിഞ്ഞത്. അവര് ഇത് സമ്മതിക്കത്തില്ലെന്ന് പറഞ്ഞപ്പോ അവൻ ഇറങ്ങി ഓടിയെന്നാ അറിഞ്ഞത്.
അപ്പോൾ ഈ കേസ് വിധി വന്നതിന് ശേഷം ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് അറിയില്ലായിരുന്നു. ഇപ്പോൾ പോലീസിൽ സുരക്ഷ വേണമെന്നൊക്കെ തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നില്ലേ? ഈ പ്രതിയുടെ ഇവര് ആവശ്യപ്പെട്ടിരുന്നത്, ഞങ്ങൾ ആവശ്യപ്പെട്ടില്ലായിരുന്നു. ഇവർ അഡ്വാൻസ് ആയിട്ട് ഇവര് ഹൈക്കോടതിയിൽ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഹൈക്കോടതിയിൽ ഞങ്ങൾ ഭീഷണിപ്പെടുത്തുന്നുണ്ട്, ഞങ്ങൾ അവരെ കൊല്ലാൻ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ അവർ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു, ഈ പ്രതിയുടെ അച്ഛനും പ്രതിയുടെ കുടുംബക്കാരും. പിന്നെ എന്തുകൊണ്ടാണ് പോലീസിൽ ഒരു പരാതി പോലും നൽകാത്തത്? നമ്മൾ ഈ ഹൈക്കോടതിയിൽ കേസ് നടക്കുന്ന കാരണം നമ്മൾ ഇതിനെക്കുറിച്ച് അടുത്ത് നമ്മൾ അപ്പീലിന് പോകുന്നുണ്ടല്ലോ. അപ്പൊ ഇതിനെക്കുറിച്ച് നമ്മൾ കാര്യമായിട്ട് എടുത്തില്ല. ഇവര് ഇങ്ങനെ ചെയ്യുമെന്ന് ഞങ്ങൾ ഓർത്തില്ല. ഇപ്പോൾ താങ്കളുടെ ജ്യേഷ്ഠന്റെ ആരോഗ്യസ്ഥിതി എങ്ങനെയാണ്? ഇപ്പൊ ഡോക്ടർക്ക് പരിശോധിച്ചുകൊണ്ടിരിക്കുക. അകത്ത് ഇപ്പം ചിലപ്പോൾ മെഡിക്കൽ കോളേജിലൊക്കെ കൊണ്ടുവിടുവാൻ ചാൻസ് ഉണ്ട്. ഇനിയെങ്കിലും പോലീസിലേക്ക് സമീപിക്കാൻ നീക്കം നടക്കുന്നില്ലേ? നടക്കുന്നുണ്ട്. പോലീസൊക്കെ വന്ന് എത്തിയിട്ടുണ്ട് ഇവിടെ ഹോസ്പിറ്റലിൽ. ശരി, എന്തായാലും വളരെയധികം നന്ദി പ്രതികരിച്ചത്. ഇപ്പോൾ കുട്ടിയുടെ പിതാവിൻ്റെ ജ്യേഷ്ഠനാണ് നമ്മളോട് പ്രതികരിച്ചത്. യാതൊരു പ്രകോപനവും ഇല്ലാതെയാണ് ഇത്തരത്തിൽ അതിക്രമം നടത്തിയത് എന്നാണ് പറയുന്നത്. സുബിൻ ചേരുന്നുണ്ട്. സുബിൻ, ഈ കുട്ടിയുടെ പിതാവിൻ്റെ ജ്യേഷ്ഠൻ പ്രതികരിച്ച അനുസരിച്ചാണെങ്കിൽ ഈ അർജുൻ്റെ ബന്ധു കത്തിയും കൊണ്ടാണ് നടക്കുന്നത്, ആക്രമിക്കും എന്ന് കരുതി അത് മുൻകൂട്ടി പ്ലാൻ ചെയ്തത് തന്നെയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. സുബിൻ, എന്തായാലും ഈ പിതാവിൻ്റെ സഹോദരൻ നമ്മളോട് പറഞ്ഞതനുസരിച്ച് ഇത് മുൻകൂട്ടി നടത്തിയ ഒരു സംഭവമായിരുന്നു. ഇങ്ങനെ ആക്രമിക്കുന്ന ഒരു ലക്ഷ്യം വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവർ ഈ ആളുകളൊക്കെ തന്നെ കൂടി നിൽക്കുന്ന ഒരു സ്ഥലത്ത് വന്ന് ഇത്തരത്തിൽ ആക്രമമൊക്കെ തന്നെ നടത്തിയെന്നാണ്. ഇത്തരത്തിലും നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നത് പ്രധാനമായും മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു സംഭവത്തിനെല്ലാം ശേഷം അർജുൻ കുറ്റമുക്തനാക്കപ്പെട്ട ശേഷം ഇവർ തമ്മിലുണ്ടായ ആ ഒരു ശത്രുത അത് രൂക്ഷമാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിനിടയിലാണ് ഈ ഒരു കേസ് ഈ പെൺകുട്ടിയുടെ പിതാവിനും അതുപോലെ തന്നെ ബന്ധുക്കൾക്കുമെതിരെ ഈ അർജുന്റെ ബന്ധുക്കൾ നൽകുന്നത്, ഒരു പരാതി നൽകുന്നത്. അത് പ്രകാരം ഈ ഇവർ പ്രതികളാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിനുശേഷമാണ് പ്രശ്നങ്ങൾ കൂടുതൽ കലുഷിതമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇതിനുശേഷം വലിയ രീതിയിൽ ഈ മറ്റ് പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായപ്പോഴും ഈ പെൺകുട്ടിയുടെ കുടുംബത്തിനെതിരെ എല്ലാം തന്നെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഈ അർജുന്റെ ബന്ധുക്കളുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അതിലെല്ലാം തന്നെ ഇവരെല്ലാം പ്രകോപിതരായിരുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. പ്രധാനമായും ഈ ഒരു കാര്യങ്ങളെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ആവണം ഈ ഒരു അക്രമം പ്രധാനമായും നടന്നിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ അക്രമത്തിൽ നമുക്കിപ്പോൾ മനസ്സിലാക്കുന്നത് ഈ പെൺകുട്ടിയുടെ അച്ഛനോടൊപ്പം ഉണ്ടായിരുന്ന മറ്റൊരാൾക്ക് കൂടി ഈ സംഭവത്തിൽ നേരിയ പരിക്കം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് സുബിൻ, ഈ പ്രതി അർജുന്റെ കുടുംബം ഒന്നടങ്കം തീരുമാനിക്കുന്നത് ഈ വണ്ടിപ്പെരിയാറിലെ പെൺകുട്ടിയുടെ കുടുംബത്തിനെ മൊത്തത്തോടെ നശിപ്പിക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ അവർ ഇപ്പോൾ ഹൈക്കോടതിയിൽ ഹർജി നൽകിയിട്ടുണ്ട്. ആ രീതിയിലേക്കൊക്കെ മുന്നേറി കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഈ അർജുൻ ജയിലിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും. അത് പേടിച്ച് തന്നെയല്ലേ ഇത്തരം അതിക്രമങ്ങളൊക്കെ തന്നെ നടത്തുന്നതും? അത്തരത്തിൽ തന്നെയാണ് സംശയിക്കേണ്ടിയിരിക്കുന്നത്. പ്രധാനമായും ഈ കേസ് അപ്പീൽ നൽകി കഴിഞ്ഞാൽ വീണ്ടും ഈ അർജുൻ തന്നെ പ്രതിയാവാനുള്ള ഒരു സാധ്യതയൊക്കെ ഉണ്ട് എന്നുള്ള കണക്കുകൂട്ടലിൽ ആ കേസിനെ ഏതു തരത്തിലും ഇനിയിപ്പോൾ ഈ കേസുമായി മുമ്പോട്ട് ഇവർ പോകാതിരിക്കത്തക്ക വിധത്തിലുള്ള എന്തെങ്കിലും ക്രമീകരണങ്ങൾ ഒരുക്കുക, അല്ലെങ്കിൽ ഇത്തരത്തിൽ അക്രമത്തിലൂടെയോ ഭീഷണിപ്പെടുത്തിയോ ഒക്കെ ഈ ഒരു കേസിൽ നിന്ന് ഇവരെ പിന്തിരിപ്പിക്കുക എന്നുള്ള ലക്ഷ്യമെല്ലാം തന്നെ ഇവർക്ക് ഉണ്ടായിരിക്കണം. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഇത്തരത്തിൽ ഈ കുടുംബത്തിന് നേരെ ഈ ഒരു അക്രമം നടത്താൻ ഈ അർജുന്റെ കുടുംബത്തെ പ്രേരിപ്പിച്ചിട്ടുണ്ടാവുക എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ ഈ പെൺകുട്ടിയുടെ പിതാവിന്റെ സഹോദരൻ പറയുന്നത് പ്രകാരമാണെന്നുണ്ടെങ്കിൽ യാതൊരു പ്രകോപനവും ഇല്ലാതെയാണ് ആക്രമിച്ചത് എന്നാണ് ഇവർ പറഞ്ഞത്. പക്ഷേ നമുക്ക് ലഭിച്ച വിവരമനുസരിച്ച് ഇവർ തമ്മിൽ വാക്കുതർക്കം ഉണ്ടായി എന്നാണ് നമുക്ക് അവിടെ നിന്നുള്ള ആളുകൾ നമുക്ക് തന്ന വിവരം. ഇത്തരത്തിൽ ഒരു വാക്കുതർക്കം ഉണ്ടാകുകയും അത് ഒരു തട്ടിക്കുത്തിൽ കലാശിക്കുകയുമായിരുന്നു എന്നാണ് അവിടെ നിന്നുള്ള ആളുകൾ പറഞ്ഞത്. ഇദ്ദേഹം പറഞ്ഞത് പ്രകാരമാണെന്നുണ്ടെങ്കിൽ യാതൊരു പ്രകോപനം കൂടാതെയുള്ള ഒരു അക്രമമാണ് നടന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. പ്രധാനമായും ഈ കേസ് ഇവരെ ഏതെങ്കിലും തരത്തിലെല്ലാം തന്നെ ഇവരെ ഈ ഒരു പെൺകുട്ടിയുടെ കുടുംബത്തെ പൂർണ്ണമായും വരുതിയിലാക്കിക്കൊണ്ട് അല്ലെങ്കിൽ അവരെ ഒതുക്കിക്കൊണ്ട് ഈ കേസ് ഏത് തരത്തിലും അട്ടിമറിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി തന്നെയാകണം ഈ ഒരു പെൺകുട്ടിയുടെ ബന്ധുക്കൾ, ക്ഷമിക്കണം, ഈ പ്രതിയായിരുന്ന അല്ലെങ്കിൽ കുറ്റമുക്തനാക്കപ്പെട്ട അർജുന്റെ ബന്ധുക്കൾ ഇത്തരത്തിലുള്ള അക്രമ സംഭവങ്ങൾ അല്ലെങ്കിൽ ഈ പെൺകുട്ടിയുടെ കുടുംബത്തിലടക്കം ആക്രമിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയതെന്ന് നമ്മൾ വിലയിരുത്തേണ്ടിയിരിക്കുന്നു. അർജുൻ, മറ്റൊരു കാര്യമുണ്ട്. ഇപ്പോൾ ഈ പെൺകുട്ടിയുടെ പിതാവിന്റെ സഹോദരൻ നമ്മളോട് പറഞ്ഞത് ഈ സമയം ഇത്രയും കഴിഞ്ഞിട്ടും ഈ കുത്തിയ ആളെ ഇതുവരെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പം നമ്മൾ ഇതിൽ കൂട്ടി വായിക്കാനുള്ളത് ഈ പ്രതി അർജുൻ അടക്കം തന്നെ എങ്ങനെ പുറത്തിറങ്ങി
പുറത്തിറങ്ങി പോകുന്ന അവസ്ഥ, അല്ലെങ്കിൽ ആ ഒരു വിവാഹം നടത്തുന്ന അവസ്ഥയിലേക്കൊക്കെ തന്നെ നീങ്ങുന്നുണ്ട്. അപ്പോൾ ഇതിന് പിന്നിൽ ഇപ്പോഴും ഉന്നതർ ഇവർക്ക് കുടപിടിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയല്ലേ ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായിട്ടൊക്കെ തന്നെ മുന്നോട്ട് പോകുന്നതും. നമ്മൾ ഇതിൽ നോക്കിക്കാണേണ്ട ഒരു കാര്യം എന്നുള്ളത്, ഈ ഒരു അക്രമ സംഭവം നടത്തിയ ശേഷം ഈ അക്രമം നടത്തിയ പാൽരാജ് ആദ്യം ഓടി കയറിയത് CPM ഓഫീസിലേക്കാണെന്ന് ഈ പെൺകുട്ടിയുടെ ഈ അച്ഛന്റെ സഹോദരൻ തന്നെ പറയുന്ന ഒരു സാഹചര്യമുണ്ട്. അവിടെ എത്തുന്നു, അവിടെ ഓടിക്കയറിയ ശേഷം അവിടെ നിന്ന് സഹായങ്ങളൊന്നും ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ ലഭിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് തിരിച്ചിറങ്ങുകയായിരുന്നു എന്നുള്ള തരത്തിൽ ഉള്ള ഒരു പ്രതികരണം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ട്. ഇതിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാകുന്നത് ഇവരുടെ ആ ഒരു രാഷ്ട്രീയ ബന്ധം ഏത് രീതിയിലുള്ളതാണ് എന്നുള്ളത് നമുക്ക് ആ ഒരു കാര്യത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. പ്രധാനമായും ഈ പ്രതിയെ പിടികൂടാത്തത്, ഈ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ ബന്ധങ്ങൾ ഈ ഒരു കേസിൽ ആദ്യം മുതൽ തന്നെ ഉന്നയിക്കപ്പെടുന്നത്. രാഷ്ട്രീയ ഇടപെടൽ ഈ കേസിൽ വലിയ രീതിയിൽ ഉണ്ടായിട്ടുണ്ട്. ഈ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ഈ പ്രതിയായിരുന്ന അർജുൻ കുറ്റമുക്തനാക്കപ്പെട്ടത്. ഈ കേസിൽ വലിയ രീതിയിൽ രാഷ്ട്രീയ ഇടപെടൽ, പ്രാദേശിക CPM നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്നുള്ള ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്ന തരത്തിലെല്ലാം തന്നെ ആ തരത്തിൽ ആരോപണങ്ങൾ ഉയർന്നിരുന്നു. അത് സാധൂകരിക്കത്തക്ക തരത്തിലുള്ള വിവരങ്ങൾ അതിനുശേഷം, അതായത് ഈ LDF നിന്ന് പോലും ഉണ്ടാവുകയും ചെയ്തു. അതായത് LDFന്റെ ഘടകകക്ഷിയായിട്ടുള്ള CPMന്റെ ഭാഗത്ത് നിന്ന്, CPI നേതാക്കളെല്ലാം തന്നെ ഇതിൽ ബാഹ്യ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള തരത്തിലുള്ള ആരോപണങ്ങളെല്ലാം തന്നെ ഉയർത്തുന്ന സാഹചര്യമുണ്ടായി. അത്തരത്തിൽ ഈ ഒരു ആരോപണങ്ങളെല്ലാം ഉണ്ടാകുമ്പോൾ അവിടെയെല്ലാം പ്രതിസ്ഥാനത്ത്, അല്ലെങ്കിൽ പ്രതിയോടൊപ്പം തന്നെ വായിക്കപ്പെട്ട ഒരു പേര് തന്നെയാണ് CPM പ്രാദേശിക നേതൃത്വത്തിന്, അതുപോലെ തന്നെ DYFI പ്രാദേശിക നേതൃത്വത്തിന്റെ എല്ലാ പേരുകൾ അവിടെ വായിക്കപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഈ കേസിൽ ഇപ്പോഴും ഈ രാഷ്ട്രീയ ഇടപെടൽ വലിയ രീതിയിൽ ഉണ്ടാകുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കുന്നത് ഈ പ്രതിയായിട്ടുള്ള, അല്ലെങ്കിൽ ഈ കുത്തിയ പാൽരാജിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോഴും നമുക്ക് ലഭിക്കുന്ന വിവരം. പക്ഷേ അറസ്റ്റ് ഇതുവരെ രേഖപ്പെടുത്തിയിട്ടില്ല. അതിലേതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളതാണ് ഇത് ഇപ്പോൾ പോലീസ് അതിലൊരു അന്വേഷണം. തീർച്ചയായിട്ടും അതിക്രൂരമായ രീതിയിൽ പീഡിപ്പിച്ച ശേഷം കൊലപ്പെടുത്തിയത് പോരാഞ്ഞിട്ട് ഈ പെൺകുട്ടിയുടെ കുടുംബത്തിനെ പോലും കൊല്ലാൻ കരുതി ഇറങ്ങിയിരിക്കുകയാണ് പ്രതി അർജുൻ്റെ ബന്ധുക്കൾ. ഇതിലിപ്പോൾ പെൺകുട്ടിയുടെ പിതാവിനെയാണ് അർജുൻ്റെ ഒരു ബന്ധു കുത്തിയത്. ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. സംഭവം നടന്ന സമയം ഇത്രയും പിന്നിട്ടിട്ടും പ്രതിയെ പിടികൂടിയിട്ടില്ല. പോലീസ് ഇതിന് പിന്നിൽ രാഷ്ട്രീയ ബന്ധവും കൂടുതൽ തെളിഞ്ഞു വരികയാണ്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു സുബിൻ കെ തോമസ്.